അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. സലാത്തുൽ ഫാത്തിഹ അത് വല്ലാത്തൊരു ബർക്കത്താ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന വീട്ടിൽ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ അല്ലാഹു ഇറക്കി തരുന്നു. ഒരു പെങ്ങള് വളരെ സന്തോഷത്തോടെ സന്തോഷം അല്ലാഹു എന്നും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എവിടെ വരുന്നേ? പറക്കനെ പറയും കൊണ്ടോട്ടിന്ന്. തങ്ങളത്ത് എന്തെങ്കിലും പേര്? സാജിദ. അല്ലാഹു ബർക്കത്തിട്ട്. മുമ്പ് തങ്ങളത്ത് വന്നിരുന്നോ? പറക്കനെ പറയും. എന്തിനാ വന്ന്? ആർക്കിങ്ങക്കോ? എത്ര കൊല്ലായി? അപസ്മാരം തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നോ? നല്ല ഉണ്ടായിരുന്നു. ആ ദുഃഖോ വീഴും വെള്ളത്തിലായാലും ചളിയിലായാലും. എത്ര കൊല്ലായി? 12 കൊല്ലം. തങ്ങൾക്കും തങ്ങളെന്താ പറഞ്ഞേ? സലാത്തുൽ ഫാത്തിഹന്റെ മജിലിസ് കണ്ടാൽ രോഗശുദ്ധിയാവും ഞാൻ പറഞ്ഞു. ഇപ്പത്തെ അവസ്ഥ എന്താ? മാറി ജോലിക്ക് പോവും. മാഷാ അല്ലാഹ് 12 കൊല്ലമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച ഒരു സഹോദരി കുണ്ടോട്ടിൽ നിന്ന് വന്നിട്ട് തന്റെ ഭർത്താവ് അപസ്മാരായിട്ട് വിൽക്കുക. ജോലിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ വന്നിരുന്നു. സലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ പറഞ്ഞു. മജിലിസ് വീട്ടിൽ തുറന്നു വെക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് ആ വീട്ടിൽ ആ സലാത്തുൽ ഫാത്തിഹ കാണാൻ തുടങ്ങിയ ശേഷം പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. ഇത് സലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്താണ്. അള്ളാഹു ഞാൻ രോഗം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. നിങ്ങളൊക്കെ ആ പൊന്നു സഹോദരനെ വേണ്ടി ദ്വാരിക്കണം. പിന്നെ ഉണ്ടായിട്ടില്ല. ഇതാണ് സലാത്തുൽ ഫാത്തിഹ.